കേരള സാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അക്കിത്തം അനുസ്മരണം നടത്തി. ചടങ്ങിൽ പി ശ്രീധരൻ ഉണ്ണി അക്കിത്തം അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന കവിയരങ്ങിൽ പ്രമുഖ സാഹിത്യകാരന്മാർ പങ്കെടുത്തു. കേരള സാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അക്കിത്തം അനുസ്മരണം നടത്തി. കോഴിക്കോട് വേദി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഡോക്ടർ സി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ.ജി. രഘുനാഥ് സ്വാഗതം പറഞ്ഞു. പി ശ്രീധരൻ ഉണ്ണി അക്കിത്തം അനുസ്മരണ പ്രഭാഷണം നടത്തി. ഈ സഹവാസം ഏതാണ്ട് ഒരു 5-8 കൊല്ലത്തോളം ആകാശവാണിയിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഒരേ റൂമിലുണ്ടായിരുന്നു. അതിനിടയിൽ അദ്ദേഹം ഗാന്ധിഗ്രഹത്തിൽ താമസിച്ചിരുന്ന കാലത്ത് ഇടയ്ക്ക് അവിടെ പോയി താമസിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പതിവായിരുന്നു. തൊട്ടപ്പുറത്ത് ആ നടന്ന ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു ലോഡ്ജിലായിരുന്നു ഞാൻ അന്ന് താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് അവിടെ പോയിട്ട് രാത്രിയിൽ വർത്തമാനം പറയാൻ പോകും. ചിലപ്പോൾ അവിടെ കിടത്തുറങ്ങും. അങ്ങനെയുള്ള ഒരു രീതി കൂടി ഉണ്ടായിരുന്നു. കുറച്ച് ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്നത് കേൾക്കാം. ഇടയ്ക്ക് കക്കാടുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് അക്ഷരശ്ലോകത്തിൻ്റെ മാഷ് പറഞ്ഞു വന്ന അക്ഷരശ്ലോകത്തിൻ്റെ ഒരു കമ്പക്കാരായ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു ബന്ധമാണ് ഇത്. ഒരു ശിഷ്യബന്ധം എന്നും പറഞ്ഞുകൊണ്ട് അതിനപ്പുറത്തുള്ള ഒരു കുടുംബ ബന്ധം പോലെയുള്ള ബന്ധമായി മാറിയ ഒരു ബന്ധമാണ്. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരത്ത് ഞങ്ങളൊരു നടത്തുണ്ട്. അത് ഈയിടെ മാതൃഭൂമി ആഴ്ചപ്പത്തിൽ കെ.സി. നാരായണൻ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു കുറിപ്പ് എഴുതുകയുണ്ടായി. CV സുധീന്ദ്രൻ അക്കിത്തം സ്മൃതി അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന കവിയരങ്ങിൽ മലയത്ത് അപ്പുണ്ണി, മുണ്ടിയാടി ദാമോദരൻ, വരദേശ്വരി, PL ശ്രീധരൻ, മോഹനൻ പുതിയോട്ടിൽ, ചേന്നൻ തുളസീദളം, നിലമ്പൂർ മനോമോഹനൻ, അജിത മാധവ്, ശ്യാമള മായനാട്, തങ്കപ്രസാദ്, റോയ് കാരാത്ര, ജോയ്സി എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. KS വെങ്കിടാചലം നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.